നമ്മൾ പൈത്തണിലെ ലിസ്റ്റ് എന്താണെന്നുള്ള കണ്ടു. ലിസ്റ്റ് പോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഇനി കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സാധനം പഠിക്കാം. സാധനത്തിൻ്റെ പേര് ഡിക്ഷണറി എന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഡിക്ഷണറി എന്ന് വെച്ചാൽ എന്താ, ഒരു ബുക്ക്, അതിനകത്ത് എന്തുണ്ടാവും, ഒരു വേർഡ് ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മീനിങ് ഉണ്ടാവും, ഒരു വേർഡ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മീനിങ് ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ടാവും. അതേമാതിരി ഒരു സാധനമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് ഡിക്ഷണറി ഉണ്ടാക്കുകയാണ്. ഈക്വൽ ടു ഇട്ടിട്ട് കേളി ബ്രേസ് ഇട്ടാൽ നമ്മൾ സാധാരണ സെറ്റ് ആണെന്നല്ല വിചാരിക്കാറ്. കേളി ബ്രേസ് ഇട്ടിട്ട് നമുക്ക് ഡിക്ഷണറി ഉണ്ടാക്കാം. ഡിക്ഷണറിന്റെ വാല്യൂ കൊടുക്കുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസം. ഡിക്ഷണറി ഞാൻ പറഞ്ഞു, നമ്മൾ സാധാ ഡിക്ഷണറിയിൽ ഒരു സാധനം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെഫിനേഷൻ, അതേപോലെ തന്നെ ഇവിടെ ഒരു സാധനം അതിനെ നമ്മൾ കീ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കീ കൊടുക്കണം, നെയിം. കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വാല്യൂ അലക്സ് എന്ന് കൊടുക്കുകയാണ്. ഇനി അടുത്തൊരു കീ കൊടുക്കണം, ഞാൻ കോമ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഏജ് എന്നുള്ള കീ കൊടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ, അപ്പോൾ ഞാൻ 20 കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഒരു കീ ഉണ്ടാവും, കോളൻ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും, കോളൻ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ കീയും വാല്യൂ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ആവട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 12 എന്നിട്ടൊരു കീ കൊടുക്കുകയാണ്, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 22 എന്നിട്ട് വാല്യൂ കൊടുക്കുക. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള പൈത്തണിൽ എന്ത് സാധനം വേണമെങ്കിലും കീയും കൊടുക്കുക, വാല്യൂയും കൊടുക്കുക. അപ്പോൾ ഈ ഡിക്ഷണറിയിൽ തന്നെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ മാപ്പുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ജാവയിലൊക്കെ ആണെങ്കിൽ ഹാഷ് മാപ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ആകെ ഇത്രയേ ഉള്ളൂ, കീ ഉണ്ടാവും, കോളൻ വാല്യൂ ഉണ്ടാവും. കീയും വാല്യൂയും വാലിഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്, പ്രിന്റ് സ്റ്റുഡൻറ്റ്. നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താ എൻ്റെ ഇത് കോഡ് ഇങ്ങനെ ആവുന്നതെന്നുള്ളത്. അത് ഞാൻ പ്രെറ്റിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ ഫോർമാറ്റിംഗ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സേവ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഫോർമാറ്റ് ആവുന്നതാണ് കേട്ടോ. കോഡ് ഫോർമാറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് കുറച്ചും കൂടെ കാണാൻ രസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഫംഗ്ഷനാലിറ്റിയിലൊന്നും യാതൊരു വ്യത്യാസമില്ല. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, അതായത് ഡിക്ഷണറി മൊത്തം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനം മാത്രം, ഫോർ എക്സാമ്പിൾ എനിക്ക് നെയിം മാത്രം കിട്ടണം എന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ലിസ്റ്റിനകത്ത് നിന്ന് ഒരാളെ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ പെട്ടീനകത്ത് എന്താ കൊടുക്കുക, ഇൻഡെക്സാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ കീ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ എനിക്ക് നെയിം ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഓഫ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നെയിമേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അലക്സ്. ഇപ്പോൾ ഏജാണ് കിട്ടണമെന്നുണ്ടെങ്കിലോ ഏജ് കൊടുത്താൽ മതി, ഏജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അപ്പോൾ കിട്ടും 20. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ഷണറി ഉണ്ടാക്കാം. സെറ്റ് ഉണ്ടാക്കണമാതിരി തന്നെ കേളി ബ്രേസ് ആണ്. ആകെ വ്യത്യാസം എന്താ, ഈ കോളം വാല്യൂ കോമ ഇട്ടിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ കീയും വാല്യൂ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പൈത്തണിൽ എന്ത് സാധനം വേണമെങ്കിലും കൊടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഞാൻ സ്കോർസ് എന്ന് പറഞ്ഞിട്ട് ഒരു കീ ഉണ്ടാക്കണം. അതിന് വാല്യൂ ആയിട്ട് ഞാൻ 12, 15, 10 അത് കണ്ടോ. ഇവിടെ ഞാൻ എന്താ കൊടുത്തത്, ഇവിടെ ഒന്നാമത്തെ സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ വാല്യൂ സ്ട്രിങ് ആണ്, രണ്ടാമത്തെ സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 20 ആണ്, മൂന്നാമത്തെ സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്, ലിസ്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കോർസിനെ ആക്സ് ചെയ്യാം. എങ്ങനെ ആക്സ് ചെയ്യാം, അപ്പം ഇവിടെ നമ്മൾ സ്കോർസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിക്ഷണറിന്റെ അകത്ത് ഒരു കീ കൊടുത്താൽ ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കിട്ടും. നെയിം കൊടുത്തപ്പോൾ അലക്സ് കിട്ടി, ഏജ് കൊടുത്തപ്പോൾ 20 കിട്ടി, സ്കോർസ് കൊടുത്താൽ ഉറപ്പായിട്ട് എന്ത് കിട്ടും, ഈ സാധനം കിട്ടും. റണ്ണിൽ കഴിഞ്ഞാൽ നമുക്കാണ് അത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ എനിക്ക് 15 കിട്ടണമെന്ന് വിചാരിച്ചു. 15 ഇതിൽ എത്രാമത്തെ ഇൻഡെക്സാ, 1th ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ആ 15 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കീ വാല്യൂ പേരായിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കീ ആയിട്ട് ഞാനിവിടെ ഇപ്പോൾ അഡ്രസ്സ് എന്ന് കൊടുക്കുകയാണ്, വാല്യൂ ആയിട്ട് ഞാൻ വേറൊരു ഡിക്ഷണറി കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരു ഡിക്ഷണറി കൊടുക്കുമ്പോൾ ഞാൻ കേളി ബ്രേസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇപ്പം ഞാൻ എന്നിട്ട് ABC ഹൗസ് എന്ന് കൊടുക്കുകയാണ്, പിന്നെ സ്ട്രീറ്റ് ABC സ്ട്രീറ്റ് എന്ന് കൊടുക്കുകയാണ്, പിന്നെ 1 2 3 4 5 എന്ന് കൊടുക്കുകയാണ്. എന്താ സംഭവിച്ചത്, ഞാനൊരു ഡിക്ഷണറി ഉണ്ടാക്കി. ഡിക്ഷണറിയിൽ നമ്മൾ കീ വാല്യൂ പേരായിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. വാലിഡ് ആയിട്ടുള്ള പൈത്തണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് സാധനം വേണമെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നിന് വാല്യൂ ആയിട്ട് നമ്മൾ ലിസ്റ്റ് കൊടുത്തു, വേറൊന്നിന് വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ഡിക്ഷണറി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ഷണറിയുടെ അകത്ത് വേണമെങ്കിൽ ഡിക്ഷണറിയെ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സ്റ്റുഡൻറ്റ് ഓഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി കുറവുണ്ടല്ലേ, ഡി കൂട്ടിയേക്കാം. അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് മൊത്തം ഇങ്ങോട്ട് കിട്ടും, അതായത് ആ ഡിക്ഷണറി മൊത്തം ഇങ്ങോട്ട് കിട്ടും. ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് സ്ട്രീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെയും പെട്ടിട്ടിട്ട് അതിനകത്ത് സ്ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റും കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ഷണറി ഉണ്ടാക്കാം. ഡിക്ഷണറിന്റെ കീ വാല്യൂ പേരായിട്ട് വാലിഡ് ആയിട്ട് പൈത്തണിൽ എന്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ കീ വാല്യൂ പേരായിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിക്ഷണറിയും കീ വാല്യൂ പേരായിട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നത് നെസ്റ്റഡ് ഡിക്ഷണറി എന്നൊക്കെ വിളിക്കും. നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ യൂസ് കേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇനി ഇതിനകത്തും വേണമെങ്കിൽ പിന്നെയും കൊടുക്കാം. നമ്മളിങ്ങനെ പെട്ടി ഇട്ടിട്ട് എഴുതണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഡിക്ഷണറിന്റെ അകത്ത് നമ്മൾ കീ കൊടുത്തത് ഇല്ലാത്തൊരു കീ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വൈബിന് തേങ്ങ എന്ന് കൊടുത്ത് വിചാരിച്ചു. അപ്പോൾ തേങ്ങ നമുക്കറിയാം ഇതിനകത്തില്ല. ഇല്ലാത്തൊരു കീ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം എറർ അടിക്കും. തേങ്ങ എന്ന് പറഞ്ഞിട്ട് കീ ഇല്ലാന്നുണ്ട്. അപ്പോൾ കീ ഇല്ലെങ്കിൽ എറർ അടിക്കും, കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഒരു കീ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിക്ഷണറിൻ്റെ കൂടെ
ഇൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നെയിം എന്നുള്ള കീ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുക നെയിം ഇൻ സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റിൽ നെയിം ഉണ്ടോ എന്നാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നെയിം എന്നുള്ള കീ ഉണ്ട്, അതായത് കീ ആണ് ചെക്ക് ചെയ്യുക കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് പോയിട്ട് അലക്സ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഫോൾസ്, അലക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അലക്സ് വാല്യൂ ആണ്. നമുക്ക് ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നെയിം, ഏജ്, സ്കോർസ്, അഡ്രസ്സ്, അതൊക്കെയാണ് നമുക്ക് കീ എന്ന് പറയുന്നത്. അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. വാല്യൂ ചെക്ക് ചെയ്യാനല്ല, കീ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രം ആക്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇഫ് കേസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിക്ഷണറി. ഡിക്ഷണറിക്ക് ഒരുപാട് യൂസ് കേസുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കുറച്ചും കൂടി ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ.